ഓ, നടു അരച്ച പൊട്ടുന്നു. ഈ കതവ് കുറ്റിയിടാതെ ഇവരെല്ലാം എവിടെ പോയി കിടക്കുക? എന്തൊരു പൊടിയായത്. തൂക്കത്തുമില്ല വാരത്തുമില്ല. എൻ്റെ കൈയും കാലും എത്തിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് കിടക്കും. ഒരിച്ചിരി വെള്ളം ആരോട് പറയാനാ? ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഓ, ചമ്മയുടെ തുണി എൻ്റെ കൈ എല്ലായിടത്തും എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നല്ല ദേഷ്യം. അല്ലേ, ഇതെന്തുവാ? ഇത് ആക്രിക്കടയോ? വലിച്ചു വാരയിട്ടേക്കുന്ന ഒരു ഉത്തരവാ. എനിക്ക് നല്ല വിളിക്കാനാ തോന്നി ഈ വീട്ടിലെ എല്ലാവരെയും. ആരെ വിളിക്കുന്ന കാര്യമാടി നീ പറയുന്നേ? ഒന്നുമില്ല കൊച്ചമ്മ, ഞാനേ അവിടുന്ന് ഇവിടെ വരെ വന്നതേ മോനെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയാതെ മോന് വിളിക്കുന്ന കാര്യമായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതേ. എന്തു എത്ര മോനെ വിളിക്കാന്? നീ ഇപ്പഴല്ലേ അവിടെ നിന്ന് എഴുന്നള്ളി ഇങ്ങോട്ട് വന്നത്? നിന്റെ പറച്ചില് കേട്ടാ തോന്നില്ല നീ അങ്ങ് ദുബായിൽ നിന്ന് വരുവാന്നെന്ന്. അല്ല, നീ എന്താ ഇത്ര ലേറ്റ് ആയത്? എനിക്ക് റേഷൻ കടയിലൊന്ന് കയറണമായിരുന്നേ. മതി മതി മതി, ഇതുകൊണ്ട് ഒത്തിരി പാത്രമെല്ലാം കിടക്കുന്ന തേച്ച് മടക്കിക്കാട്ട. ഞാൻ കണ്ടായിരുന്നു, ഇച്ചിരിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് കഴുകിത്തീരാ. തുണിയും കിടപ്പുണ്ട്. അയ്യോ കണ്ടു, ഇത് ഇന്നലത്തിന് അത്ര ഇല്ലല്ലോ, ഇച്ചിരിയേ ഉള്ളൂ, അത് ഞാൻ കഴുകി വെച്ചേക്കാം. പിന്നെ ഇന്നലെ നീ തുണി കഴുകി ചേട്ടന്റെ ഷർട്ട് അങ്ങ് വലിച്ചു കീറി. അതൊരബദ്ധം പറ്റിയതാ കൊച്ചമ്മ, ഇനി ഞാൻ നോക്കി ചെയ്തോളാം. ക്ഷമിച്ച്. പിന്നെ 12:30 ആകുമ്പോ ഇവിടെ ഊണ് റെഡി ആവണം. 11 ആകുമ്പോഴേ റെഡിയാവും. 11 മണിയാകുമ്പോ റെഡി ആക്കി വെക്കാൻ നിന്റെ അമ്മൂമ്മ വരുമോ തിന്നാന്? ഞങ്ങൾ 1:30 ആകുമ്പോഴേ ആഹാരം കഴിക്കുന്നത്. പുതിയ സാരിയൊക്കെ ചുറ്റി വന്ന് നിൽക്കുക അങ്ങോട്ട് കൊണ്ടോടെ. 1:30 ആകുമ്പോൾ തിന്നാണോ 12:30 ഉണ്ടാക്കി വെക്കാൻ പറയാം. അപ്പൊ ഇവർ തള്ള വരുമോ തിന്നാൻ? തുണിയൊന്നും മാറും. ഷർട്ട് കീറിയാനാ പരാതി. ഇതിനകത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. കറണ്ട് ചാർജ് മേലെ കയറി പോട്ടെ. ചേടാ, പിന്നെയും കൊണ്ടിട്ടോ? ഇവർക്കൊക്കെ എന്തുവാ ഇവിടെ ജോലി? ഇടുക ഊരിക്കളയ, ഇടിയ ഊരിക്കളയ. ഓൺലൈൻ തൊന്തയും അപ്പൂപ്പനെ എല്ലാം കൂടെ എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞു. ഒത്തെത്ത് വയ്താ ചേർന്നത് കിടന്ന് നിരങ്ങി. എന്തുവാടി കൊടതാമരെ നീ ഇട്ട് കൊടയുന്നത്? അതിനകത്ത് പാറുകാലിയോ പാമ്പോ വല്ലതും പെട്ടിരിക്കുന്നോ? കൊടതാമര നിങ്ങൾ കള്ള. കൊച്ചമ്മ, എന്നെ എന്തിനാ ഈ കൊടതാമരെന്ന് വിളിക്കുന്നത്? എൻ്റെ പേര് താമരയെന്നല്ലേ? അയ്യോ, എനിക്കൊരു സുഖമാ കൊടതാമരയെന്ന് വിളിക്കുന്നത്. നാക്കിന്. ഓ, ഇത് കഴുകാനാണോ അടുത്തത്? കൊണ്ടുപോവാ, ഞാൻ കഴുകിക്കോളാം. കഴുകാനല്ല, നിനക്ക് വേണമെങ്കിൽ എടുത്തോ, നിനക്ക് തരാൻ കൊണ്ടുവന്നതാ. എന്തിനാ കൊച്ചമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അയ്യോ, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോ, അലിമാരി വെക്കാൻ സ്ഥലമില്ല. ഇല്ലെങ്കിലേ ഞാൻ ഇവിടെ കൊണ്ടിട്ട് കത്തിക്കും. അന്നേരം ചാരമരം വന്നേക്കരുത് കേട്ടോടി കൊടാതാമരേ. അയ്യാ, ഇരന്ന് മേടിക്കാൻ എന്തോ ഒരു മിടുക്കാൻ നിനക്ക്. എവിടെ കൊടാതാമരേ? അയ്യാ, അവിടെ നരേ ആകപ്പാടെ ഒന്ന് നോക്കിയാ അവിടൊക്കെ തോന്നല് ഇവിടുത്തെ കൊച്ചമ്മയാണെന്നാ കൊടാതാമര. തള്ള, ഞാനേ നാണമില്ല തള്ള. ഇത് കൊണ്ടുപോയിട്ട് വീട്ടിട്ട് ചവിട്ടി തേക്കും. അന്ന ഇവളെത്തിയോ? രാവിലെ എന്താ പണി ചെയ്യാൻ പോവുക? അലക്കാൻ പോവാന്നോ? ഓ, അലക്കി എൻ്റെ ഒരു ഷർട്ട് കീറിയവളാ. ഇവക്കൊരു പണി കൊടുക്കണമല്ലോ. ഇപ്പോൾ എന്ത് പണിയാണ് കൊടുക്കുന്നത്? എൻ്റെ ഷർട്ട് കഴിയാലോ? വേണ്ട, ഇന്നിട്ടതേ ഉള്ളൂ. വേറൊരു പണി കൊടുക്കാം, വഴിയുണ്ട്. ഒന്ന് നിന്നേ, നീ വാ. പണിയൊന്നും ഇല്ലയോ? ഉണ്ട്, തുണി അലക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇല്ല, ഞാൻ തരാം.
കൊണ്ടുപോകും. ഞാൻ പഞ്ചായത്ത് വരെ പോയിട്ട് വരാം. മഹാമനസ്സ് തന്നെ. ഇട്ട ചട്ടി ഊരി തന്നേക്കുന്നു. ഇത്രയും ദയാലു ലോകത്ത് ആരും കാണത്തില്ല. ഇതും വെക്കാൻ സ്ഥലമില്ലായിരിക്കും. നല്ല മനുഷ്യൻ. കോറൽ വലുതാമേ. ആ സാരമില്ല മക്കളെ, സെറ്റിപ്പം കുത്തിയാൽ മതി. അപ്പോൾ ഊര എന്തോ ചെയ്യും? സെറ്റിപ്പൻ അഴിച്ചു വെക്കണം. അപ്പോൾ കൊണ്ടുവരത്തില്ലേ? എന്നാലേ എൻ്റെ കുഞ്ഞെ ഇത്രയും ബുദ്ധിമുട്ടി ഇടണ്ട കേട്ടോ. ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. എടാ, ഇത്രയും നാളും നീ വല്ലവനും വിട്ടതിട്ടാ ജീവിച്ചത്. ഇനിയെങ്കിലും നിനക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് വല്ലതും ഇടണമെന്ന് ആഗ്രഹമില്ലയോ? നീ ജോലിക്ക് പോകുമോനെ. ഇല്ലെങ്കിലേ ഒന്നും നടക്കത്തില്ല. ഞാൻ കണ്ടവൻ്റെയൊക്കെ അടുക്കളയിൽ കയറി നിരങ്ങി എനിക്ക് വയ്യ അവർ വായിരിക്കുന്നത് കേട്ട് പണിയെടുത്തിൻ്റെ നടു ഒടിഞ്ഞ്. മോനെ ജോലിക്ക് പോടാ. ആ കമ്പ്യൂട്ടർ സെൻ്ററിലൊക്കെ പോയി തിരക്കൊരു നല്ല ജോലിക്ക് പോ. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അമ്മ സരസ്വതി അമ്മയോട് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കാൻ പറയാമേ. സരസ്വതി അവള് പന്ന എന്താണ് മോനെ? എന്റെ നാക്കം കൊണ്ട് ചൊറിഞ്ഞു വരുന്നു. സരസ്വതി, ഈ സരസ്വതിയൊക്കെ ആരാ? അവർക്കൊക്കെ എന്നാ പണം ഉണ്ടായത്? അവിടെ അച്ഛൻ വലിയ പണക്കാരാന്ന് പറഞ്ഞു. അവർക്കൊക്കെ എന്നുണ്ടായതാ? എടാ, ഇന്നലെ പെയ്ത മഴയിൽ ഉണ്ടായതല്ലയോ ഇതുങ്ങൾ എല്ലാവരും, അല്ലയോ? എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ പണം ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ അടുത്തെത്താനുള്ള യോഗ്യത അവക്കില്ല. മോനെ, നിനക്കറിയാവോ, നമ്മൾ ഭയങ്കര പണക്കാരാ. എൻ്റെ അച്ഛൻ വീട്ടുകാർക്ക് 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് അവർ പോയത്. പിന്നെ നമ്മളെന്തോ അമ്മ ഇങ്ങനെ ദരിദ്രവാസികളായി പോയേ? നമ്മൾ 6ാമത്തെ തലമുറയല്ലേ മക്കളെ. കുറച്ച് ലേറ്റായി പോയി വരാൻ. അതുകൊണ്ട് നമ്മൾ എരന്നുണ്ണുന്നുണ്ടല്ലോ. നിനക്കിത് വേണോ? എനിക്ക് വേണ്ട അമ്മച്ചി കിട്ടോ. എന്നാൽ സൈഡ് അടിച്ച് ഞാൻ ഇട്ടോളാം. അമ്മച്ചി പച്ചക്കറി നിറഞ്ഞിരിക്കുക. സരസ്വതാൻ്റെയോട് പറഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കി തരുമോ? ചാരച്ചോതി, ഇടുമ്പി, മണ്ടോദരി, ശൂർപ്പണക, താടക, എൻ്റെ പട്ടി പോയി ചോദിക്കും അവളോട്. കൊച്ചമ്മ, ഒരു 150 രൂപ തരാമോ? പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. അതിനെന്താ, തരാമല്ലോ. 150 രൂപയുടെ കാര്യമല്ലോ. നിങ്ങളെ തെറി പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ പൈസ വാങ്ങിക്കും. നീ ചുമ്മാ റെഡി എന്നും വന്ന് പൈസ ചോദിച്ചോണ്ടിരിക്കുവോ? അതല്ല, എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നുണ്ടല്ലോ അപ്പൂപ്പ. ശമ്പളത്തിൽ നിന്ന് പിടിക്കാനോ? എന്തോ അടി ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത്? 500 രൂപയുടെ ജോലിക്കും വരും. 500 രൂപയ്ക്ക് നീ എന്തോ ജോലിയാണ് ചെയ്യുന്നത്? 10,000 രൂപ ഇപ്പം മേടിച്ചോണ്ട് പോയേക്കുന്നത്. വല്ല കണക്കുണ്ടോ നിനക്ക്? പീതാംബരം, ഞാൻ മനസ്സിലായി. ഞാൻ നോക്കട്ടെ. ഇപ്പം കുറേ ഷോർട്ടേജാ. ആ ആ ആ ആ ആ ആ ആ ശരി. പീതാംബരനാ വിളിച്ചത്. പുതിയൊരു പരിപാടി തുടങ്ങാനുള്ള പരിപാടിയാണ്. എന്താ പരിപാടിയാ? കുറച്ച് പൈസ തടയും. അതായത് ഞാൻ ഒരാളെ ചേർക്കും, അയാൾ 2 പേരെ ചേർക്കും, പിന്നെ 4 പേരെ ചേർക്കും. എല്ലാവരും ആകുമ്പോഴേ നമുക്ക് കുറച്ച് പൈസ കിട്ടും. നമ്മൾ ലക്ഷപ്രഭു ആവും. മനസ്സിലായോ? ഓ, അപ്പം വല്ലോന്റെ പൈസ കിട്ടുന്ന സംഭവമാണോ? ആരുടെ പൈസയാലും എന്തോ നമുക്ക് കിട്ടിയാൽ പോരായോ? അയ്യോ, എന്നാ എനിക്കും ലക്ഷപ്രഭു ആവണം. അതിനെന്താ, നീ ലക്ഷപ്രഭു ആയിക്കോ. അപ്പം പറഞ്ഞതേ, കുറച്ച് പൈസ ആദ്യം വേണം. എൻ്റെ കയ്യിൽ കുറച്ച് ഷോർട്ടേജാ. നിൻ്റെ 3-4 മാല ഇരിപ്പില്ലയോ, അതൊന്ന് പണയം വെക്കാൻ വേണം. 1 മാസം കഴിയുമ്പോൾ തിരിച്ചെടുത്ത് തരാം. ലക്ഷപ്രഭു ആവുന്ന പരിപാടി ഇല്ലയോ? അതിനെന്താ തരാം, ലക്ഷപ്രഭു ആവാനല്ലയോ? എടാ, അങ്ങനെ ആണെന്നല്ലേ എനിക്ക് ഇവിടുന്ന് മുറിയിലോട്ട് പോകാൻ ഒരു ചക്രം പറ്റൊരു കസേര വാങ്ങിച്ചാണ്. എന്നാൽ പിന്നെ ചക്രം വെച്ചിട്ട് ശവപ്പെട്ടി വാങ്ങിച്ചു കൊടുക്കും. അതാകുമ്പോൾ തൊള്ളി വിടാമല്ലോ കുഴിയിലോട്ട്. എന്തുവാ? അല്ല, ഇതൊക്കെ കിട്ടുമ്പം എനിക്കൂടി ഇച്ചിരി ശമ്പളം കൂട്ടിത്തരുന്ന കാര്യം. നീ നമ്മുടെ കുടതാമര ഇല്ലയോ? നിന്റെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കൂട്ടിത്തരാം. ഒരു 10-50 കൂട്ടിത്തരാം. എന്താ? സന്തോഷമായില്ലോടി നിനക്ക്? നീ ഒരു കാര്യം ചെയ്, കിണിച്ചോണ്ട് നിൽക്കാതെ പോയൊരു ചായ ഇട്ടോണ്ട് വാ. കൊടാതാമരെ ചൂട് ചായ തുപ്പിട്ടോണ്ട് വരും ഞാൻ. ചെയ്താലും പണി തീരത്തില്ല. എന്തുവാ ഇത്? ഒരു പണഭണ്ഡാരം വീടും ഉണ്ടാക്കി വെച്ചിട്ട് ജോലി മൊത്തം നമുക്ക്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന എത്തി നോക്കണ്ട. ഞാനേ ഇരുന്നുള്ള തുടപ്പങ്ങ് നിർത്തി. ഇപ്പൊ നിന്നാ തുടയ്ക്കുന്നത്. നിന്റെ കാല് കഴിക്കും കൊച്ചേ. നീ അവിടെ ഇരുന്ന് തുടക്കേ. അപ്പൂപ്പൻ അതൊക്കെ ഒന്ന് കാണട്ടെ. ഓ, ഈ പറഞ്ഞത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നങ്ങ് തുടയ്ക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൂപ്പൻ ഒരു കാര്യം ചെയ്യും,
പോയി കിടക്ക്. വാദമൊക്കെ ഉള്ളതല്ലേ, ടാലിൻ്റെ മണ്ടയിൽ കൂടെ നടക്കണ്ട. കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുവോ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ ശപം കൂടെ ഞാൻ എടുക്കണം. തന്തയാടി കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്നത് കൂർത്തം കെട്ടാളെ. നിനക്കുള്ള പണി ഞാൻ തരാടി. എന്തോ പോയി കാണിച്ചത്? അറിയാതെ പോയതാ. അറിയാതെ പോയോ? എന്താ ടോയ്ലറ്റിൽ പോവാഞ്ഞേ? എൻ്റെ കാലിന് കഴപ്പല്ലേ മോളെ. ഈ കഴപ്പ് പിടിച്ച കാലം കൊണ്ട് പറമ്പായ പറമ്പും നാടായ നാട് മൊത്തം ഓടുവല്ലോ. കക്കൂസിലോട്ടാണോ ഓടാൻ പറ്റാത്തത്? ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ അപ്പൂപ്പ? പറ്റിപ്പോയി. ഇനി തിരിച്ചു കയറ്റാൻ പറ്റുമോ? ഈ കുടുംബത്തിലുള്ളവരെല്ലാം പണി തരാനായിട്ട് ജനിച്ചതാണല്ലോ ഭഗവാനെ. എടി കൊടാതാമരേ, നീ എന്തോടുക്കുവാ? ഓ, തുണിയെല്ലാം കൂടെ മേളിൽ കിടക്കുമായിരുന്നു. ഞാൻ എടുത്തങ്ങ് മടക്കി വെക്കാന്ന് വിചാരിച്ചു. എടി പെണ്ണേ, നീ പോയി വല്ല ആഹാരം കഴിക്ക്. സാരയില്ല കൊച്ചമ്മ, കുറച്ച് തുണി കൂടെ മടക്കാനുണ്ട്. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ആഹാരം കഴിക്കാം. എന്റെ കൊടാതാമര മോളെ, നീ വന്ന ആഹാരം കഴിക്കു പെണ്ണേ. കൊച്ചമ്മയ്ക്കെങ്കിലും തോന്നിയല്ലോ കഴിക്കാൻ പറയാൻ. ഇവരെയാണോ ഞാൻ പച്ചത്തറി വിളിച്ചുകൊണ്ടിരുന്നത്? പാവസ്ത്രീ, ഇവരെ കാത്തുകൊള്ളണമേ ദൈവമേ. അല്ലേ, ഇതെന്തുവായി വെട്ട് വിഴുങ്ങുന്നേ? ഇടങ്ങഴി ചോറുണ്ടല്ലോ. കൊച്ചമ്മയല്ലേ പറഞ്ഞ് വന്ന് കഴിക്കാന്? അത് കൊച്ചമ്മമാരായ പലതും പറയും എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വിളമ്പി തിന്നണമെന്നുണ്ടോ? ഇഷ്ടം പോലെ പണി കിടക്കുന്നു. പണി കഴിഞ്ഞിട്ട് വന്ന് തിന്നാൻ മതി. ആ കട്ടിൽ നിറച്ച തുണി വാരിക്കൊണ്ട് നിട്ടേക്കുന്നു. അത് മടക്കി വെക്കണ്ടായോ? അതുപോലെ തന്നെ ആ വടക്കേ വശത്ത് ഒരു മുട്ടൻ പ്ലാവ് നിൽക്കുന്നു. ആ പ്ലാവിന്റെ മണ്ടയ്ക്ക് ഒരു കൂട് കാക്കയുടെ. വടക്കേ വശത്ത് കാക്ക കൂടി വെച്ചാൽ തെക്കേ വശത്ത് പട്ടടയെന്നാ ദോഷവാത്. നീ ഒരു കാര്യം ചെയ്, അതിലോട്ട് കയറി നിന്ന് അത് നോക്ക്. അതിനകത്ത് കാക്കമുട്ട ഉണ്ടെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് കുയിലിന്റെ മുട്ട ഉണ്ടെങ്കിൽ ഇനി എടുത്തോണ്ട് വന്ന് നമുക്ക് 4 എണ്ണത്തിനെ വളർത്തിയ പാട്ട് കേൾക്കാം. കേട്ടോ പറഞ്ഞേ? കൊടക്കത്താമരെ, ഇതെന്ത് പാടാ തള്ളക്ക്? എന്റെ ഭഗവാനെ, എവിടുന്നെങ്കിലും ഒരു നല്ലൊരു പണി കിട്ടണേ ഇവർക്ക്. എന്തോതിനായിരുന്നോണ്ട് മോങ്ങുന്നേ? എന്റെ സ്വർണം എന്തോതിനാ നിങ്ങളോട് വിൽക്കാൻ പറഞ്ഞോ? ഞാന് പണയം വെക്കാനല്ലയോ പറഞ്ഞത്? അത് പണയം വെച്ചാൽ ഒന്നും കിട്ടത്തില്ലായിരുന്നു, അതുകൊണ്ട് വിറ്റതാ. അതിനെന്താ ഇപ്പം? അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരെ കീഴ് ചേർത്ത് ലക്ഷപ്രഭു ആണെന്നും പറഞ്ഞോണ്ടിരുന്ന് എല്ലാം മൂടോടങ്ങ് പോയില്ലയോ? എന്തോ കൊച്ചമ്മ, എന്തോ പറ്റി? ഓ, ലക്ഷപ്രഭു ആണെന്നും പറഞ്ഞോണ്ട് ഓരോരുത്തരുടെ കീഴ് ഓരോരുത്തരെ കയറ്റിയതാ. ഇപ്പം നാണ്ട് ഇരുന്നോണ്ട് മോങ്ങുവാ. എല്ലാം പോയി, മൂടോടങ്ങ് പോയി. അയ്യോ, കഷ്ടമായി പോയല്ലോ. എന്റെ സ്വർണവും പോയി. ഞാൻ ആറ്റുനോറ്റുണ്ടാക്കി വെച്ചിരുന്ന സ്വർണമാ, അത് മൊത്തം പോയി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ആണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 1 മാസത്തിനകം എന്റെ സ്വർണ്ണം വല്ലതും എടുത്ത് തന്നേക്കണം. കേട്ടല്ലേ പറഞ്ഞത്? പണ്ടൊക്കെ ദൈവം പിന്നായിരുന്നു, ഇപ്പൊ ദൈവം സ്പോട്ടി കൊടുക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥന കേട്ടത്. എന്താ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. പണി കിട്ടിയല്ലോ കള്ളക്ക്. എന്തെടുക്കുവാ? ഞാൻ ചെലന്തല അടിക്കുവോ? ചെലത്തലി അടിക്കാനോ? ഇവിടെ ഉച്ചക്കത്തൊക്കെ ചോറായോ? ആ, ഉണ്ടാക്കി. ആര് പറഞ്ഞു ചോറ് വെക്കാനെ? കഞ്ഞി മതി ഇവിടെ. അച്ഛൻ പറഞ്ഞില്ലായിരുന്നല്ലോ കഞ്ഞി ഉണ്ടാക്കാൻ. അത് എന്റെ മുഖത്ത് നോക്കിയാൽ അറിയത്തില്ല കഞ്ഞി മതി എന്നുള്ളത്. ആ, അത് നോക്കിയതൊന്നും കഞ്ഞി വന്നു. അതെ, തോന്നുന്ന പോലെ ചെയ്യാനേ. ഇത് നിന്റെ വീടല്ല, എന്റെ വീടാ ഇത്. ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ചുമ്മാ ഒന്നുമല്ലേ ശമ്പളം മേടിച്ചോണ്ട് പോകുന്നത്. ആരടാ നീ? എന്റെ മോനാ. നിന്റെ മോനോ? നിന്നോട് ആര് പറഞ്ഞ നിനകത്ത് കയറി വരാന്? അതെ, നിന്റെ അമ്മ വിളിച്ചോണ്ട് പോ. യാതൊരു വിവരമില്ലാത്ത ഒരു സാധനമാണ് ഇത്. കഞ്ഞി വെക്കാൻ പറഞ്ഞാൽ ചോറ് വെക്കാൻ, ചോറ് വെക്കാൻ പറഞ്ഞാൽ കഞ്ഞി വെക്കും. നീ വിളിച്ചോണ്ട് പോ. എന്റെ മാലയും കണ്ടില്ല. അയ്യോ എന്റെ ദൈവമേ. ചുമ്മാതാ, ഇവരിങ്ങനെയൊക്കെ പറയും, പക്ഷെ പറഞ്ഞു വിടാൻ പോകുന്നില്ല. ഇവർക്ക് ആളെ ആവശ്യമുണ്ട്. എന്തു മോനെ, എന്തിനാ വന്നേ? എന്നാ പോ, എനിക്ക് ജോലിയുണ്ട് ഇവിടെ.
എന്നെ പെറ്റ് വളർത്തിയ എൻ്റെ അമ്മയെ അവർ ചീത്ത പറഞ്ഞു, അതും എൻ്റെ മുന്നിൽ വെച്ച്. ഇനി അധിക നാളൊന്നും എൻ്റെ അമ്മയെ ആ വീട്ടിലേക്ക് ഞാൻ ജോലിക്ക് വിടത്തില്ല. അതിന് എനിക്കൊരു ജോലി വേണം. എനിക്ക് സമ്പാദിച്ചേ പറ്റൂ. എൻ്റെ അമ്മയെ പൊന്നുപോലെ എനിക്ക് നോക്കണം. ഞാൻ ആരാന്നറിയിക്കും. അവരെക്കാട്ടിലും പണക്കാരാകും. എൻ്റെ ഉള്ളിലെ വീറും വാശി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ പണക്കാരനാവും. കാണിച്ചു കൊടുക്കും. നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊക്കെ നിനക്കൊന്നും മിണ്ടാനില്ലയോ? നിന്റെ വായിൽ എന്തോ പഴവാണോ? പുളിയും പിടിച്ചും കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നീ നിൽക്കുന്നല്ലോ. ഇതെന്ത് പണി? കൊടതാമര ഇങ്ങോട്ട് കൊണ്ടുപണി. ചേടാ തള്ളി എന്തിനാ എന്നോട് ഇങ്ങനെ കിടന്ന് ചാടുന്നേ? വേറെ വായി കയറി പഴകി ഒക്കത്തില്ലല്ലോ. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാനെല്ലാം കേട്ടമ്മേ. അവരെന്തിനാ അമ്മയെ വഴക്ക് പറഞ്ഞേ? ഓ ഒന്നുമില്ല, ഇതെപ്പോഴും പറയുന്നില്ലയോ, കല്ലോൻ്റെ ഏച്ചിലും വിഴുപ്പും ഒക്കെ അലക്കി ജീവിക്കുന്നവരില്ലയോ, ഇതൊക്കെ കേട്ടേ പറ്റൂ. അമ്മ ഇനി വീട്ടിൽ ജോലി ചെയ്യണ്ട അമ്മേ. അമ്മ ഇനി ആരുടെ വഴക്കം കേൾക്കണ്ട. അമ്മ ഇനി കോടീശ്വരിയായിട്ട് ഞാൻ വാഴിക്കാൻ പോവാം. എനിക്കൊരു ജോലി ശരിയായമ്മേ, ഒരു ബിസിനസ്. നീ സത്യം ഒന്ന് പറയുന്നത്? ഇവരെ കാട്ടി പണക്കാരായിട്ട് നമ്മൾ ജീവിക്കും അമ്മേ. എൻ്റെ അമ്മയെ സ്വർണം കൊണ്ട് ഞാൻ മൂടും. അമ്മ ഇനി എങ്ങും ജോലിക്ക് പോകണ്ട. എൻ്റെ അമ്മയായിട്ട് വീട്ടിൽ നിന്നാൽ മതി. ഈ മോൻ്റെ അമ്മയായിട്ട്. അമ്മ വാ. അല്ല മോനെ, വരുന്നതിന് മുമ്പ് ചെറിയൊരു പണി ബാക്കിയുണ്ട്. ഇപ്പം വരാം. അമ്മ ഇപ്പം വരാം മോനെ. ആരുടെ ഇവിടെ ആരും ഇല്ലേ? അയ്യോ എന്നെ അടിക്കല്ലേ. മൂത്രം ഒഴിക്കുന്നവനെന്തിയെ? അന്ന പുന്നാര കടവാവല് മക്കള്, ഇനി ഒരെണ്ണവും പൊങ്ങത്തില്ല. വാ മക്കളെ, നമുക്ക് പോവാം. എന്താണ് സരസ്വതി നിന്റെ ഈ ബംഗ്ലാവിനകത്ത് വീഞ്ചപ്പെട്ട് ഉരുട്ടി വെച്ചേക്കുന്നതോ? അങ്ങോട്ടോ കടിച്ചില്ലേ? വാ മക്കളെ, എന്റെ മക്കൾക്ക് ജോലി കിട്ടി. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ജീവിക്കാൻ പോവാൻ അമ്മച്ചി. എൻ്റെ അമ്മ വാ. വാ. ഏതോ മഴവില്ലിൻ നിറഭേദം പോലെ കാറ്റോടും വഴിയിൽ ദൂരങ്ങൾ, ആലോലം പാടും മോമൽ കിളികൾ പോലെ കാതോരം കൊഞ്ചും സ്നേഹങ്ങൾ. ഏതേതോ യാത്രകൾ, സ്വാതേറും മാത്രകൾ, എന്നും സ്വപ്നം പൂക്കും കാശിത്തുമ്പത്തോട്ടമായി മോഹം കൊണ്ടേ ഞാനും. എൻ്റെ മക്കളെ, നിന്നെ പറ്റി ഓർത്ത് ഈ അമ്മയ്ക്ക് ഇപ്പോഴും അഭിമാനം വന്നത്. ഇത്ര നാളെ ഞാൻ വിചാരിച്ചത് നീ വേറെ ഒരു മൊണ്ണയാണ്, പക്ഷെ നീ മിടുക്കനാടാ, മിടുക്കൻ. അമ്മേ, നമ്മൾ രക്ഷപ്പെടാൻ പോവാം അമ്മേ. നമ്മുടെ ഈ വീട് വിൽക്കും, എന്നിട്ട് വലിയൊരു ബംഗ്ലാവ് പണിയും ഇവിടെ. ആ ബംഗ്ലാവിനകത്ത് എൻ്റെ അമ്മ രാജകുമാരിയെ പോലെ വീട്ടിൽ വാഴും. കാറ് മേടിക്കും, വസ്തുക്കൾ മേടിക്കും. അങ്ങനെ നമ്മുടെ സമ്പാദ്യം കുമിഞ്ഞു കൂടും അമ്മേ. അമ്മ പിന്നെ എങ്ങും ജോലിക്ക് പോകണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയായിട്ട് മാത്രം എൻ്റെ വീട്ടിൽ നിന്നാൽ മതി. ആട്ടെ, മോൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങിയത്? പണത്തിന് മുകളിൽ പരുന്തും പറക്കത്തില്ലെന്നല്ലേ അമ്മേ. നീ പറയടാ. ബിസിനസ് എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ വാരിപ്പുണരും, എനിക്ക് ഉറപ്പാണ്. നീ പറ മോനെ, അമ്മ കേൾക്കട്ടെ. അമ്മ, ഞാൻ ഒരാളെ ചേർക്കും, അതിൻ്റെ കീഴിൽ അവർ 2 പേരെ ചേർക്കും, അതിൻ്റെ ഇപ്പുറത്ത് അവർ 4 പേരെ ചേർക്കും. 4 പേര് ചേർത്ത് 6 പേരാവും, പിന്നെ 8 പേരാവും. 8 12 24 36 40. അമ്മേ, താമരമ്മേ, താമരമ്മേ, താമര കൊടതാമര. സരസ്വതിച്ചേ, എന്നോടങ്ങ് ക്ഷമീര്.
എൻ്റെ അറിവില്ലായ്മ കൊണ്ടങ്ങ് പറഞ്ഞതാണേ. അയ്യോ, ഞാൻ അങ്ങോട്ടങ്ങ് വരുവാ. ചേച്ചി, ഇനി ഞാനെന്നല്ല ഒരൊറ്റ മനുഷ്യരൊരു കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കും. ആ ശരി ചേച്ചിയെ. ആ ദ്രേന